ഹലോ. അപ്പോൾ ചക്ക സീസണൊക്കെ തുടങ്ങിയതുകൊണ്ട് ഞങ്ങളിന്ന് ചക്ക വറുക്കാമെന്ന് വിചാരിച്ചു. ചക്ക ചിപ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ചക്ക വറുക്കാനുള്ള പ്രോസസ്സിങ്ങിലാണ്. ഫസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി പുറത്തിരുന്ന് ചക്കമടലിൽ നിന്ന് അതെല്ലാം അടർത്തിയെടുത്ത് പിന്നെ അതെടുത്ത് വെച്ചു. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് രാത്രിയിലാണ് ഞങ്ങൾ വീണ്ടും ചക്ക എടുത്തത്. പിന്നെ ഞാനും അമ്മയും കൂടെ ഞാനത് വൃത്തിയാക്കി കൊടുത്തു. അമ്മ അത് പിന്നെ അരിഞ്ഞു. അപ്പം അരിഞ്ഞിട്ട് വേസ്റ്റായിട്ട് വരുന്ന അതായത് ഒരു ചക്ക ചുളയുടെ താഴ്വശം മുഴുവശം ഞങ്ങൾ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചക്ക വറക്കുമ്പോൾ കട്ടി കുറഞ്ഞ ചക്ക ഏറ്റവും നല്ലത്. അപ്പോൾ ചക്ക വറക്കുന്നത് എല്ലാവർക്കും അറിയാമെങ്കിലും പിന്നെ ഞങ്ങളിത് എപ്പോഴും ഒന്നും ചെയ്യാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ വലിയൊരു പ്രോസസ്സാണിത്, ഈ ചക്കയെല്ലാം വൃത്തിയാക്കി എടുത്ത് പിന്നെ വറുത്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ അമ്മ ആദ്യം ഒരു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കിയിട്ടാണ് ചെയ്തത്. അത് മഞ്ഞപ്പൊടിയുടെ നിർബന്ധമൊന്നുമില്ല, നല്ല മഞ്ഞ കളർ കിട്ടണമെങ്കിൽ മഞ്ഞപ്പൊടി ഇടണം. എന്നിട്ട് ചക്ക അമ്മയുടെ ഫസ്റ്റ് എടുക്കുന്ന ഒരു ഉരുളിയാണ് കേട്ടോ, കഴിഞ്ഞിടെ വാങ്ങിച്ചാണ്. അപ്പോൾ അത് ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത് ചക്ക വറുത്തിട്ടാണ്. ചക്കയൊക്കെ വൃത്തിയാക്കി വന്നപ്പോൾ തന്നെ സമയം 10 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ അത് വറുത്തെടുത്ത് വന്നപ്പോൾ 12 മണിയായി. പിന്നെ അമ്മ അത് ഞാൻ ഒരു 11:30 വരെ അമ്മയോട് ഇരുന്നു. അത് കഴിഞ്ഞ് ഞാനും പോയി കിടന്നു. ചക്ക അത്യാവശ്യം നല്ല രീതിയിൽ മൂത്തിട്ട് ഉപ്പിടത്തുള്ളൂ കേട്ടോ. ഉപ്പ് വെള്ളം കലക്കി വെച്ചിട്ട് അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ മാറി നിൽക്കണം വറക്കുന്നത്. അതിപ്പോൾ നമ്മൾ കപ്പ വറുത്താലും അല്ലെങ്കിൽ ഏത്തയ്ക്ക വറുത്താലും അങ്ങനെ തന്നെ ഉപ്പിടുന്നത്. ചിലർ ആ ചക്കയിൽ തന്നെ നന്നായിട്ട് തിരുമ്മിയിട്ട് അങ്ങനെ ഇടുന്നവരുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല, വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് കലക്കി പിന്നെ ഉപ്പ് വെള്ളമാണ് അതിനകത്തോട്ട് ഒഴിക്കുന്നത്. വേണ്ട സമയം ഏകദേശം 10:45. അപ്പോഴും ഫസ്റ്റത്തെ ഞങ്ങൾ കോരിയിട്ടില്ല, അതാണ് സത്യം. പിന്നെ ഫസ്റ്റത്തെ അമ്മ കോരിയെടുത്തു. പിന്നെ ആദ്യം നമ്മൾ കോരുന്നത് പിന്നെ അടുത്തത് കോരുമ്പോഴത്തേനും അത് കാണത്തില്ല. ഉപ്പ് നോക്കി ഞങ്ങളത് തീർത്ത്. അപ്പോൾ എനിക്കും കുറച്ച് കൊണ്ടുപോകാനും പിന്നെ ചേച്ചിക്കും ഒക്കെ ആയിട്ടാണ് ഞങ്ങളിത് വറുത്തു. ചേച്ചി കുറച്ച് കൊടുത്തു വിടാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ചക്ക വറക്കലൊന്നുമില്ല, ചക്ക കിട്ടി അപ്പോൾ തന്നെ വേവിച്ച് കഴിക്കുക, അല്ല പഴുപ്പിച്ച് കഴിക്കുക. ചക്ക വറക്കൽ അപൂർവമായിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.